ഞാൻ 2019 വരെ പ്രൈവറ്റ് ആയിട്ട് സ്കൂളിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവർക്ക് ജോലി വേണ്ട വെച്ചിട്ട് ഇനി പഠിക്കാം എന്ന് തീരുമാനിച്ചു 2019 ഇവിടെ വന്നു. എനിക്കൊന്നും അറിയില്ല, എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, എന്ത് പഠിക്കണം ഇതിനെ കുറിച്ച് യാതൊരു അറിവ് എനിക്കുണ്ടായിരുന്നു. ഇവിടെ വന്ന സാറുണ്ടായിരുന്നു. അങ്ങനെ സാർ നീക്ക് കുറെ സർട്ടിഫിക്കറ്റ് കൊണ്ടൊന്നും വേണ്ട, ഇവിടെ വന്ന സ്ഥിതിക്ക് ഇവിടെ ജോലി വാങ്ങിയിട്ടൊന്ന് പോയാൽ മതി, ഇനി ഇവിടെ നിന്നാൽ മതി. ആ ഒരു വാക്കാ സാർ അന്ന് പറഞ്ഞായിരുന്നു. ആ വാക്കാന്ന് പറഞ്ഞത് അതുപോലെ തന്നെ എന്താ പറയാ ജീവിതത്തിൽ വന്നു കണ്ടുപിടി ജോലി നേടാൻ പറ്റി. 2019 ഞാൻ ഇവിടെ വന്ന് അഡ്മിഷൻ ചേർന്നത്. ആ സമയത്ത് കേട്ടിട്ട് നിർബന്ധമാക്കിയ എക്സാം ആയിരുന്നു. അപ്പൊ എനിക്ക് കേട്ടിട്ട് കിട്ടിയിട്ടില്ല. കേട്ടിട്ടാണെങ്കിൽ ലാസ്റ്റ് ചാൻസ്, എക്സാമിന് മുമ്പുള്ള ലാസ്റ്റ് എക്സാമാണ് കേട്ടിട്ട്. അപ്പൊ ഇവിടെ വന്നു ക്ലാസ് കണ്ടുടങ്ങി എങ്ങനെ പഠിക്കണം, എവിടെ തുടങ്ങണം എന്നതിനെ കുറിച്ച് നമുക്കൊരു കുറെ വലിയ മല പോലെ കിടക്കുന്ന ഭാഗമാണ്. മലേന്റെ ഏത് ഭാഗത്തും തുടങ്ങിയതാണ് നമുക്ക് മേലെത്തുക ഒരു ഐഡിയ ഇല്ല. അപ്പൊ അത് മൊത്തമായിട്ട് ആദ്യം കേട്ടിട്ട് പഠിക്കാൻ വേണ്ടി എല്ലാം ഒന്ന് ഓടിച്ചു നോക്കി പഠിച്ചു. എനിക്ക് ഫസ്റ്റ് ആ അറ്റംപ്റ്റ് തന്നെ 2 ടെസ്റ്റ് കിട്ടി, LP UP കിട്ടി. അത് ഫ്രണ്ട്ഷിപ്പ് ക്യാമ്പ് നല്ലതായിരുന്നു, നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരുന്നു. എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് ചോദിക്കാൻ, എവിടെ ഉള്ളവരാണെങ്കിലും എന്ത് ചോദിച്ചാലും പറഞ്ഞുതരും. ലൈബ്രറി ആണെങ്കിലും തരും, എല്ലാത്തിനും. ഞാനിവിടെ ചില ക്ലാസ്സിൽ ഞാൻ വൈകുന്നേരം വരെ ഇരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് 3 ക്ലാസ് ഉണ്ടായിരുന്നു, ആഴ്ചയിൽ 3 ക്ലാസ് ഉണ്ടായിരുന്നു. കൂടാതെ ഞാൻ 5-6 ദിവസം വരെയായിരുന്നു. ഞായറാഴ്ച അടക്കം പറയാൻ പറ്റില്ല. ഞായറാഴ്ച വരാതെ ബാക്കി എല്ലാ ദിവസവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കുമായിരുന്നു. മാക്സിമം യൂസ് ചെയ്യായിരുന്നു. റാങ്ക് ലിസ്റ്റ് വന്നത് 70 റാങ്ക്. അറിയുന്നത് മാത്രം മാക്സിമം കമ്പ്യൂട്ടർ ശ്രമിക്കും. 1 മാർക്കിന്റെ വില നന്നായിട്ട് അനുഭവിച്ച ഒരാളാണ് ഞാൻ. ആ 1 മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്നെ 9 പേര് എന്റെ മുമ്പ് കയറിയിരുന്നു. ആ കൂട്ടത്തിൽ ഞാൻ 2ാമതോ 3ാമതോ ആളായിരുന്നു ഞാൻ. അപ്പൊ എന്റെ അത്രയും സർവീസ് നഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങള് നോക്കുക, ഈ നെഗറ്റീവ് മാർക്കുകളെ കുറിച്ചിട്ടൊക്കെ ശ്രദ്ധിക്കുക. ഇല്ല, നന്നായിട്ട് പഠിക്കുക. എന്തായാലും കിട്ടും. നല്ലൊരു അന്തരീക്ഷം നമുക്കിവിടെ എന്തായാലും തരും അവര്. അത് മാക്സിമം യൂസ് ചെയ്ത് നമ്മൾ 1 നിമിഷം വരെ കളയാണ്ട്, സെക്കൻഡും കളയാണ്ട് പഠിക്കുക. ഞാൻ ആ ഒരു 6 മാസം 7 മാസമാണ് പഠിച്ചത്. ആ പഠിക്കുന്ന കാലഘട്ടത്തിലേക്ക് മാക്സിമം യൂസ് ചെയ്തു. പലതരത്തിലും പല വിധത്തിലും പഠിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒറ്റ മനസ്സോടുകൂടി പഠിച്ചു. എനിക്ക് ഒരു ബേസിലാണ് എനിക്ക് ഇത്രയും പഠിക്കുക ഇങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പറ്റും. കാരണം BSc അല്ലെ, BEd MA എല്ലാം കഴിഞ്ഞ എന്തായാലും പറ്റും. അപ്പൊ എല്ലാവരുടെ ആശംസകളും ഉണ്ടാകും.